കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ മകളുടെ മുഖം പോലും മാറിപ്പോയ സ്വാമി. ജീവൻ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചതല്ല. എന്നിട്ടും എല്ലാം ആ മഹാദേവനിൽ അർപ്പിച്ച് ചികിത്സിക്കുകയായിരുന്നു. 6 മാസം വേണ്ടി വന്നു അവള് കണ്ണു തുറക്കാൻ. എന്റെ മോളെ രക്ഷിച്ചു തന്നതിന്റെ കടപ്പാട് ഏത് ജന്മത്തിൽ എനിക്ക് തീർക്കാൻ പറ്റുക? എന്നിട്ടും എന്റെ മോൾ എവിടേക്കാ പോയത്? എന്താ എന്റെ അടുത്തേക്ക് വരാഞ്ഞത്? നിങ്ങളുടെ അടുത്തേക്ക് വരുവാണെന്നും പറഞ്ഞാണല്ലോ പുറപ്പെട്ടത്. വന്നില്ല സ്വാമി, എന്റെ അടുത്തേക്ക് അവള് വന്നില്ല. അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്കും പോയിട്ടില്ല. ഒരുപക്ഷെ രൂപം മാറിയത് കൊണ്ട്, മുഖം കാണിക്കാനുള്ള മടി കൊണ്ടായിരിക്കോ? മുഖം മാറിപ്പോയാൽ എന്താ ഗുരുജി? എന്റെ മോള് തന്നെയല്ലേ. എന്റെ അടുത്തേക്ക് വരാൻ എന്തിനവള് മടിക്കണം? മുഖമാണ് അതിന് കാരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടന്നത് അപകടമല്ലെന്നും അവളെ ആരോ കൊല്ലാൻ ശ്രമിച്ചു എന്നും പറഞ്ഞിരുന്നു. അവളെ കൊല്ലാൻ ശ്രമിച്ചെന്നോ? അതാരാ ഗുരുജി? അതാരാണെന്ന് അവൾക്കും അറിയില്ല. അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ അവൾക്കും അവളുടെ പ്രിയപ്പെട്ടവർക്കും അപകടമാണെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് മകളെ കാണാത്തതിലുള്ള വിഷമമാണ്. അവള് പ്രിയപ്പെട്ടവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാവാം അകന്നു മാറിക്കഴിയുന്നത്. 2 പേരുടെയും ചിന്തകളിൽ തെറ്റില്ല. വിഷമിക്കാണ്ടിരിക്കുക. സാഹചര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ അവൾ നിങ്ങളുടെ മുൻപിലെത്തും. അങ്ങനെയല്ല ഗുരുജി. എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ മോളെ ഒന്ന് കാണണം. സ്വന്തം കുടുംബത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞുകൊണ്ട് അവൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ആർക്കറിയാം? എനിക്ക് എന്റെ മോളെ കാണണം ഗുരുജി. എന്നെ സഹായിക്കണം ഗുരുജി. എനിക്ക് അവളെ തിരിച്ചറിയണമെങ്കിൽ അവളുടെ ഇപ്പോഴത്തെ രൂപം എങ്ങനെയാണെന്ന് അറിയണം. അന്ന് എന്റെ ശിഷ്യന്മാർ അവളുടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ അവരെ വിളിക്കാം. രമണാനന്ദ, ചന്ദ്രികയുടെ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് കരുതിയത്. പക്ഷെ ഇപ്പോഴും ആ രാക്ഷസന്മാരെന്റെ പുറകെ തന്നെയുണ്ട്. ഈ ഊരക്കുടുക്കിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ ദേവേ. അവിടുന്ന് രക്ഷപ്പെട്ടെങ്കിലും ഇന്ന് ഒരിടത്തും എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്റെ ഭർത്താവിനെ എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ മോളിപ്പോ എവിടെയാണെന്നോ എന്ത് ചെയ്യുന്നോന്ന് യാതൊരു വിവരവും ഇല്ല. ഇപ്പൊ ബാക്കിയുള്ളത് എന്റെ വലിയേട്ടനുണ്ടെന്നുള്ളൊരു ആശ്വാസം മാത്രം. എനിക്കിനി വയ്യ ദേവേ. ഇനി ഓടാനുള്ള ശക്തി എനിക്കില്ല. എന്തെങ്കിലും ഒരു മോചനം നൽകണേ. എങ്ങനെയെങ്കിലും എന്റെ വലിയേട്ടനെ എനിക്ക് കാണിച്ചതാ. എന്റെ വലിയേട്ടന്റെ അടുത്ത് എന്നെ ഒന്ന് കൊണ്ടാക്ക് ദേവേ. നാട്ടുകാർക്ക് ന്യായം വിധിക്കുന്ന ഞാൻ എൻ്റെ മകന്റെ കാര്യം വന്നപ്പോൾ അന്യായമാണോ പ്രവർത്തിക്കുന്നത്?
കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ അവന്റെ കല്യാണമാ. എന്റെ മനസ്സിനൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല. അനന്തരവളെയും മരുമകളാക്കിക്കൊള്ളാനാണ് രാജഗുരുക്കളും വിധിച്ചിരിക്കുന്നത്. ആ ഉപദേശം സ്വീകരിച്ചെങ്കിലും എന്റെ മനസ്സെന്തുകൊണ്ടാണ് ഇങ്ങനെ ചാഞ്ചല്യപ്പെടുന്നത്? എന്തോ തെറ്റ് ചെയ്യുന്നുള്ളൊരു പ്രതീതി എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ വരുന്നത്? ഞാൻ പോലും അറിയാതെ എന്തെങ്കിലും തെറ്റ് നടക്കുന്നുണ്ടോ? അറിഞ്ഞോ അറിയാതെ ഒരു തെറ്റിന് ഞാൻ കാരണമായാൽ ആ വിഷമം ജീവിതകാലം മുഴുവൻ എന്നെ വേട്ടയാടും. അങ്ങനെ വല്ലതും നടക്കുന്നുണ്ടെങ്കിൽ അത് വേഗം എൻ്റെ കൺമുമ്പിൽ കാണിച്ചു തരണേ. ഞാൻ കണ്ടില്ലായിരുന്നു മോനെ, ഒന്ന് വിചാരിക്കും. സാരമില്ല ആന്റി. വല്യേട്ടാ, വല്യേട്ടാ, വല്യേട്ടാ. നമ്മൾ എടുത്തു ചാടിയിട്ട് അമ്മയുടെ ജീവൻ പോയാ അമ്മയുടെ മരണത്തിന്റെ കാരണക്കാരിയായി ജീവിതകാലം മുഴുവൻ ദേവേട്ടന്റെ മുന്നിൽ ഒരു പാപിയായിട്ട് നിൽക്കേണ്ടി വരും. എന്നെ ആരോ കൊല്ലാൻ ശ്രമിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അവര് ഞാൻ മരിച്ചു എന്ന് കരുതിയ വെറുതെ ഇരിക്കുന്ന. ഇപ്പൊ ഞാൻ വൈദേഹിയാണെന്ന് തുറന്നു പറഞ്ഞ അവരെന്നെ വീണ്ടും ആക്രമിക്കാൻ നോക്കും. പക്ഷെ എന്നോടൊപ്പം എന്റെ പ്രിയപ്പെട്ടവരെ എന്നെ കൊല്ലാൻ ശ്രമിച്ചവരെ അപകടപ്പെടുത്താൻ നോക്കിയാലോ? അതുവരെയെങ്കിലും ഇതിങ്ങനെ തുടർന്നേ പറ്റൂ. മാഡം, എല്ലാ അറേഞ്ച്മെന്റ്സും കംപ്ലീറ്റ് ആയി. ഭക്ഷണം എത്തിയാ നമുക്ക് ഇവിടുത്തെ പണി കംപ്ലീറ്റ് ചെയ്തു പോവാം. ആ ഭക്ഷണം എത്തിയതും എല്ലാരോടും കഴിച്ചിട്ട് വീട്ടിലേക്ക് വിട്ടോളാൻ പറ. ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. അതെന്താ മാഡം? കാരണമുണ്ട്. നിങ്ങൾക്ക് ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്നറിയോ? ഒരു അനാഥ മരുമകളായി എത്തിയെന്നും പറഞ്ഞ് അവളുടെ വയറ്റിൽ ഇവിടുത്തെ സന്തതി ജനിക്കരുതെന്നും കരുതി അവളെ ഇവിടുന്ന് ഓടിച്ചിട്ട് മറ്റൊരു പെണ്ണുമായിട്ട് മകന്റെ കല്യാണം നടത്തുവോ? ഈ കല്യാണം നടക്കാൻ പാടില്ല. മാഡം വന്നു കയറിയിട്ട് എൻക്വയറീസ് തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചതാ. ആരേലും എന്തേലും ചെയ്ത് പോട്ടെ മാഡം. എത്ര നാളുകൂടി കിട്ടിയ അവസരം നശിപ്പിക്കല്ലേ മാഡം, പ്ലീസ്. കാല് പിടിക്കാം. മിണ്ടരുത്. കല്യാണം നടത്താൻ പറ്റില്ലെങ്കിൽ സംസ്കാര ചടങ്ങ് നടത്തി ജീവിക്കാം. പക്ഷെ ഒരു പാവം പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയാ കണ്ടോണ്ട് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്തു വന്നാലും ഈ കല്യാണം നടക്കാൻ പാടില്ല. മാഡം, മാഡം, എന്ത് ചെയ്താൽ ഇതിനൊരു ഇടങ്കോലിടാൻ പറ്റുക? ഇവരോട് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. പിശാചാ അവര്. ഇവരുടെ മട്ടും ഭാവം കണ്ടാൽ തന്നെ അറിയാം, അറുത്ത കൈക്ക് ഉപ്പ് തേക്കുന്ന സാധനമല്ല. അങ്ങോട്ട് പോവാതിരിക്കുന്നതാ നല്ലത്.
ഇവര് തന്നെയാണ് ശരി. ഇവരാവുമ്പോ എല്ലാം മനസ്സിലാക്കും. അമ്മേ, ഞാനിവിടെ ഇരുന്നോട്ടെ? ഇരുന്നു മോളെ. എന്താ അമ്മേ വിശേഷം? പന്തലിൽ എല്ലാരും എന്തൊക്കെയോ മോശമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. എന്താ മോളെ പറയുന്നേ? മരുമോളോട് അമ്മായിയമ്മ പോരായിരുന്നു, അവളെ ഇവിടുന്ന് അമ്മായിയമ്മയെ പറഞ്ഞയച്ചത്, മോന് താല്പര്യമില്ലാഞ്ഞിട്ടും ഭീഷണിപ്പെടുത്തി ഇങ്ങനൊരു കല്യാണം നടത്തുക എന്നൊക്കെ. ഞാനല്ല പറഞ്ഞത്, ഇവിടെ എല്ലാരും അങ്ങനെ തന്നെയാ പറയുന്നത്. അമ്മയല്ലേ ഈ വീട്ടിലെ മുതിർന്ന ആള്, അതാ അമ്മയോട് കാര്യങ്ങൾ പറയാന്ന് കരുതിയേ. എല്ലാരും അങ്ങനെയൊക്കെ പറയും, അതിൽ തെറ്റുമില്ല. നമ്മുടെ കൈയിരിപ്പ് ശരിയല്ലെങ്കിൽ പലരും പറയുന്നൊക്കെ കേൾക്കുകയും വേണം. ശരിയല്ലേ അമ്മേ? എനിക്ക് മനസ്സിലായി. അമ്മയ്ക്ക് ഇതൊന്നും അങ്ങ് പിടിക്കുന്നില്ല അല്ലേ? മാഡം, മാഡം ഒന്ന് പോടി. അയ്യോ മാഡം. അമ്മേ, എല്ലാം അറിഞ്ഞോണ്ട് അമ്മ എന്തിനാ ഈ കല്യാണത്തിന് കൂട്ടു നിൽക്കുന്നെ? ഒരു കല്യാണം കഴിഞ്ഞവനെ വീണ്ടും കെട്ടിക്കുന്നത് തെറ്റല്ലേ അമ്മേ? അത് ആദ്യത്തെ മരുമോളോട് കാണിക്കുന്ന നെറുകേടല്ലേ? വൈദേഹി ഇല്ലെന്നും പറഞ്ഞല്ലേ നിങ്ങൾ ഇതിനൊക്കെ ഇറങ്ങിയത്? ഉണ്ടായിരുന്നെങ്കിൽ ഇതുവല്ലോം ചെയ്യൂ. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും നടക്കില്ലല്ലോ. എന്നുവെച്ചാ ശരിക്കും ഉണ്ടെങ്കിൽ കല്യാണം നടക്കില്ലല്ലേ? പറയെന്തോ അമ്മേ, നടക്കില്ലല്ലോ. ഉണ്ടെങ്കിൽ ഈ കല്യാണം മുടങ്ങുവോ? പറയമ്മേ, നടക്കില്ലെന്ന് പറയമ്മേ. എന്താ ഒന്നും മിണ്ടാത്തെ? മാഡം, മാഡം എന്താടി? മാഡം, ഏയ്, നീ കല്യാണം നടത്താൻ വന്നതാണോ അതോ മുടക്കാൻ വന്നതാണോ? പറയാൻ. എന്തു പറ്റി മോളെ? എന്തു പറ്റിയെന്നോ? ദേവേട്ടന് ഇഷ്ടമല്ലാത്ത കല്യാണമാണത്ര ഇവിടെ നടക്കുന്നത്. വൈദേഹിയോട് നെറുകേട് കാണിക്കത്രേ. അമ്മ എന്താ ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നേന്ന്? ആരാ ചോദിച്ചത്? വേറെ ആരാ? ഇവള് തന്നെ, ഈ വെഡിങ് പ്ലാനർ. ഇവളിനി വെഡിങ് മാനേജർ ആണോ അതോ വെഡിങ് ഡാമേജർ ആണോ അമ്മേ? ഒന്നും പുറത്ത് പറയില്ലെന്ന് വൈദേഹിക്ക് വാക്ക് കൊടുത്തുപോയി. അതാ ഇപ്പൊ പറ്റിയേ. അല്ലായിരുന്നെങ്കിൽ ഇത്രയും പറഞ്ഞ നേരത്ത് ഇവളുടെ വായിൽ പല്ല് കാണില്ലായിരുന്നു. വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തിട്ടങ്ങ് പൊക്കൂടെ? ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? ഞാൻ എന്റെ മോന് താല്പര്യമില്ലാത്ത കല്യാണം നടത്തുന്നേന്നോ? ഞാൻ ഒന്നങ്ങോട്ട് പോയി വന്നപ്പോഴേക്കും ഇവിടെ പ്രശ്നങ്ങളായല്ലോ ഈശ്വര. മാഗി ആവേശം മൂത്ത് സത്യങ്ങൾ പറഞ്ഞ എല്ലാം തീരും. ആരാ നിന്നോട് ഇതെല്ലാം പറഞ്ഞേ? പറ മോനെ, എന്റെ മോനെ ഇവിടെ തന്നെയുണ്ട്. പറയും മോനെ, നിനക്ക് താല്പര്യമില്ലാതെയാണ് ഈ കല്യാണം. പറയും മോനെ. എല്ലില്ലാത്ത നാക്കു വളച്ച ആർക്കും എന്തും പറയാന്നാണോ? മോൻ പറയേ, നിനക്ക് താല്പര്യമില്ലാതെയാണോ കല്യാണം? ഞാനെന്തിനു പറയണം അമ്മേ? അമ്മ തന്നെ പറ. എന്റെ താല്പര്യത്തോടെ തന്നെയാണ് ഈ കല്യാണം നടക്കുന്നത്. എന്താ മോനെ നീ പറയുന്നേ? ഹേയ്, ഒന്നുമില്ലമ്മേ.
അമ്മ തന്നെയല്ലേ ചോദിച്ചത്, അതാ ഞാൻ തിരിച്ചങ്ങ് ചോദിച്ചത്. ഇന്നത്തെ കാലത്ത് നമ്മുടെ താല്പര്യങ്ങൾക്ക് ആര് വില വയ്ക്കുന്നു? മറ്റുള്ളവരുടെ താളത്തിന് തുള്ളേണ്ട അവസ്ഥയല്ലേ? മോനെ ദേവാ, ദേവാ. ഏയ്, എന്താടി ഒരു പുഞ്ഞച്ചിരി? ഇപ്പൊ എന്താ? ഞങ്ങളുടെ ദേവന് താല്പര്യമില്ലാത്ത കല്യാണം തന്നെയാണ്. അതിൽ നിനക്കെന്താ പ്രശ്നം? ഊർമിളെ, എന്തിനാ അവളെ പറയുന്നേ? അവള് മനഃപൂർവ്വം പറഞ്ഞതല്ലല്ലോ. ആരൊക്കെയോ പറയുന്നത് കേട്ടു വന്ന് പറഞ്ഞു. 1000 പേര് 1000 തരത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. കേട്ടു കേട്ടില്ലെന്ന് ഭാവിക്കാതെ ഇവരെന്തിനാ ഇടയ്ക്ക് കയറണം? വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്നതാ, കല്യാണം നടത്തുന്നതിനേക്കാളും ഇത് മുടക്കാനാ ഇവര് നോക്കുന്നത്. ഊർമിളെ, സൂക്ഷിച്ചു വാക്കുകൾ ഉപയോഗിക്കണം. സത്യം മുഴുവൻ ഞാൻ പറഞ്ഞോ ചിലപ്പോ നിങ്ങളുടെ നാവ് ഇറങ്ങിപ്പോകും. എന്താണാവോ ആ സത്യങ്ങള്? എന്താന്ന് വെച്ചാ തുറന്നു പറ, കേക്കട്ടെ. പറയണം മാഡം. എന്താണാവോ സത്യങ്ങള്? എവിടെ എവിടെ? ഞങ്ങളും കൂടെ ഒന്ന് കേൾക്കട്ടെ. അയ്യോ, എന്താ കല്യാണ വീട്ടിൽ പ്രശ്നം? മാഗി, നിങ്ങൾ വരൂ. നീ അവിടെ നിക്ക് ജാനകി. അവക്ക് എന്തൊക്കെയോ പറയണോ അത്രേ. എന്താണെന്ന് ഞങ്ങളും കൂടെ ഒന്ന് കേക്കട്ടെ. നീ പറയാനാ പറഞ്ഞു. ദേഷ്യം വരുമ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. അതൊക്കെ കാര്യാക്കണോ? കല്യാണ പെണ്ണിനെ വിളിച്ചോണ്ട് പോ ചേച്ചി. കല്യാണത്തിന് സമയമായി. മാഗി വന്നേ. വാ വാ മാഗി. എന്താ ഇത്? നീ എന്ത് സത്യം വിളിച്ച് പറയാൻ പോകുന്നത്? ഒന്നും പറയരുതെന്ന് ഞാൻ പറഞ്ഞതല്ല. ജാനകി, വൈദേഹി ഉണ്ടായിരുന്നെങ്കിൽ ഈ കല്യാണം നടത്തിക്കുമായിരുന്നു എന്നല്ലേ ചോദിച്ചേ? ശരിക്കും വൈദേഹി ഉണ്ടോ? നിനക്കറിയാവോ? അങ്ങനെയല്ലമ്മേ, അത് പറയൂ മോളെ. ഞാൻ വൈദേഹിയെ കുറിച്ച് ചോദിച്ചപ്പോ അവള് പോയില്ലേ? ഇനി അതിനെക്കുറിച്ച് പറയണ്ടെന്ന് പറഞ്ഞു. വൈദേഹി എവിടെ ഉണ്ടെന്ന് നിനക്ക് അറിയാവോ മോളെ? ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അവളെ പോയി വിളിച്ചോണ്ട് വരാം. അയ്യോ ഇന്ദുമേ, വൈദേഹി എങ്ങനെ ഇവിടെ ഉണ്ടാവാനാ? ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അറിയാതിരിക്കോ? നമ്മളെ പോലെ മാഗിയും വിഷമം കൊണ്ട് അങ്ങനെ പറഞ്ഞതായിരിക്കും. അതൊന്നും കാര്യാക്കണ്ട. ഇന്ദുമ ചെല്ല് ചെല്ല് ഇന്ദുമേ, ചെല്ല് ചെല്ല് ഇന്ദുമേ. നോക്കിക്കേ, നീ ഉണ്ടെന്നറിഞ്ഞാ മതി കല്യാണം മുടക്കാത്രേ. ഇതിൽ കൂടുതൽ എന്താ നിനക്ക് വേണ്ടേ? കാര്യം പറഞ്ഞേക്ക് വൈദേഹി. വീണ്ടും വീണ്ടും അതെന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നീ ചിലപ്പോ പറഞ്ഞു നിന്നെ തനിച്ചു വിടാൻ ഇനി പറ്റില്ല. വൈദേഹി, ശാന്തമേ, 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 ശാന്തമേ. ശാന്തമേ, ശാന്തമേ, ശാന്തമേ.
ശാന്തമ്മേ, ശാന്തമ്മ വിളിച്ചതുപോലെ എനിക്ക് തോന്നിയതായിരിക്കും.